ത്തിൽ കാണിക്കുന്നത് സൗരഭിനും സമ്പൂർണ്ണേനെയാണ്. അപ്പോൾ അവർ ബോന്തിത്തയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ബോന്തിത്തയുടെ വീടൊക്കെ കണ്ടിട്ട് സമ്പൂർണ്ണ ആകെ ഇങ്ങനെ അതിശയിക്കുന്നുണ്ട്. ഇത്ര വലിയ വീടോ, എൻ്റെ ബോന്തിത്തക്ക് ഇത്ര വലിയ വീട്ടിലാണ് അവൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വീട് എന്നൊക്കെ പറയുന്നുണ്ട് സമ്പൂർണ്ണ. അപ്പോഴാണ് അവിടുന്ന് സൗദാമിനിയും ബോന്തിത്തയും കൂടിയിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവരെ കണ്ടിട്ട് സൗദാമിനി സൗരഭിനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ, അത് നിൻ്റെ ഭാര്യയാണെന്ന് ചോദിക്കുമ്പോൾ സൗരഭ് ഇതെൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി പറയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞിട്ട് അവളിനെന്ത് അവർ താഴ്ന്ന ജാതിക്കാരല്ലേ, അപ്പം അങ്ങനത്തെ രീതിയിൽ അവരെ അപമാനിക്കുകയാണ്. ബോന്തിത്ത സമ്പൂർണ്ണ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സൗദാമിനോട് പറയാണ്, ഇതെൻ്റെ ചേച്ചിയാണ്, ഇതെൻ്റെ മാമൻ്റെ മോളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ഇങ്ങനെ അപമാനിച്ചിട്ട് പറയണം, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വേലക്കാരിയാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് സൗദാമിനി അവരെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത സമ്പൂർണ്ണോട് പറയുന്നുണ്ട്, ചേച്ചി വായോ, ചേച്ചിക്ക് ഞാൻ എൻ്റെ വീടൊക്കെ കാണിച്ചു തരാം, എൻ്റെ ഈ വലിയ വീടും ഇവിടെ ഉള്ള എല്ലാതും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സമ്പൂർണ്ണനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ സൗരഭ് അവളോട് പറഞ്ഞതൊക്കെ ആലോചിക്കുകയാണ്. ഇവര് വലിയ ആൾക്കാരാണ്, അപ്പം അതിൻ്റെ രീതിയിലേ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ സൗരഭ് പറഞ്ഞത് സമ്പൂർണ്ണ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ബോന്തിയോടൊപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴാവും അനിരുദ്ധ അവിടെ എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടാവുക. അവൻ എന്താ പറയുന്നത് വെച്ചാൽ, എന്തിനാണ് ഈ ബാലവിവാഹത്തിന് നിങ്ങളെല്ലാവരും പോകുന്നത്, ഇതിനൊക്കെ നിൽക്കുന്നത് എന്തിനാണ്, ഇതൊന്നും നല്ലതല്ല, ഞാൻ എന്തായാലും ഇത് നടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എല്ലാവരോടും ഇങ്ങനെ നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. ത്രിലോചൻ പറയാണ്, മോനെ ഇതിലെന്താ തെറ്റുള്ളത്, ഇതൊക്കെ ഇവിടെ നടക്കുന്നത് തന്നെയല്ലേ, ഇതിലൊരു തെറ്റുമില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അവനോട്. അപ്പോൾ അവൻ പറയാണ്, എന്താ നിങ്ങൾ പറയുന്നത്, ബാലവിവാഹം ഒരു തെറ്റല്ല എന്നാണോ പറയുന്നത്, ഇത് ഏറ്റവും വലിയ തെറ്റാണ്, ഇവർ കളിക്കേണ്ടതും പഠിക്കേണ്ടതും പ്രായത്തിലാണോ ഇവരെ കെട്ടിച്ചു വിടുന്നത്, അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ ആക്കുകയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധ് നല്ല കയർത്ത് സംസാരിക്കുന്നുണ്ട്. ബോന്തിത്ത സമ്പൂർണ്ണോട് പറയാണ്, എൻ്റെ ഭർത്താവുണ്ടല്ലോ ഭയങ്കര സാധനമാണ്, രാക്ഷസൻ, എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, ആളുടെ ദേഷ്യപ്പെടുന്ന മുഖമാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്, ആളത്ര നല്ല ആളൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ സമ്പൂർണ്ണോട് പറയുന്നുണ്ട്. അപ്പം സമ്പൂർണ്ണ കല്യാണത്തിൻ്റെ ദിവസത്തെ അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ബോന്തിത്തേനെ രക്ഷിച്ചത് എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിലും അവന് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവളെ രക്ഷിച്ചതും സതിന്ന് അവനാണ് രക്ഷിച്ചത് എന്നൊക്കെ സമ്പൂർണ്ണക്കറിയാം. പക്ഷെ ഇതൊന്നും ബോന്തിതയ്ക്ക് അറിയില്ല. സമ്പൂർണ്ണയുടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇവളെ സതിയിൽ എറിയാൻ നിന്നതും അതൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ബോന്തിത ഈ സമയത്ത് അവിടെ മയങ്ങി കിടക്കുകയായിരുന്നു. അവളുടെ മാമി എന്തോ മയങ്ങാൻ ആ ഭക്ഷണത്തിൽ ഇട്ട് കൊടുത്തിട്ട് അവളാകെ മയങ്ങിയിട്ട് കിടക്കായിരുന്നു. അതുകൊണ്ട് അവൾക്കൊന്നും ഇതറിയില്ല. സമ്പൂർണ്ണക്ക് ഇത് എല്ലാം അറിയണ കാരണം സമ്പൂർണ്ണ അവളോട് പറയാണ്, മോളെ എന്തായാലും അനിരുദ്ധ് ഒരു രാക്ഷസനല്ല, നിന്നെ രക്ഷിക്കാൻ വന്ന നിന്റെ ദൈവമാണെന്നൊക്കെ ഇങ്ങനെ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ആ ഇൻസിഡൻറ്റ് പറയാൻ നിൽക്കുമ്പോഴേക്കും അവൾക്ക് സൗരഭ് വരാണ്. ബോന്തോട് ഇങ്ങനെ അവൾ പറയാൻ നിൽക്കുകയാണ്, നിന്നെ രക്ഷിച്ചതെന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും സൗരഭ് അവിടേക്ക് വരികയാണ്. അപ്പോൾ എന്നിട്ട് അവളെ അവിടെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല, അവർ കണ്ടാൽ നമ്മളോട് ദേഷ്യപ്പെടും, നമ്മൾ താഴ്ന്ന ജാതിക്കാരാണെന്ന് പറഞ്ഞിട്ട് സൗരഭ് അവളെ വേഗം അവിടുന്ന് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എടുത്ത് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ത്രിലോചൻ ചോദിക്കുന്നുണ്ട്, ഇത് നമ്മുടെ രീതിയാണ്, ഇത് നമുക്ക് നിർത്താൻ പറ്റില്ല, പാരമ്പര്യമായിട്ട് ഇത് നടന്നു വരുന്നതാണ് ഈ ബാലവിവാഹമൊക്കെ, ഇത് നിർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എടുത്ത് പറയുകയാണ്, ഇത് എന്തുകൊണ്ട് നിർത്തിക്കൂടാ, നിങ്ങൾ ഈ ബാലവിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇതുകൊണ്ട് എന്താ ഗുണം, കുഞ്ഞു കുട്ടികളെ വെറുതെ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത്, ഇതുകൊണ്ട് ഒരു ഗുണമില്ല എന്നിങ്ങനെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഞാനിത് നിർത്താൻ വേണ്ടിയിട്ടാണ് വന്നത്, ഞാൻ ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ്, ഈ രാജ്യം പുരോഗമിക്കണം, ഇതൊക്കെ ഇവിടെ നിർത്തണം, ബാലവിവാഹം നമുക്ക് നിർത്താൻ പറ്റും, ഇതുവരെ നിർത്തിയിട്ടില്ലല്ലോ, ഇനി മുതൽ നമുക്ക് നിർത്താം, ഇന്ന് ആരും ഇവിടുന്ന് കല്യാണത്തിന് പോവില്ല എന്നൊക്കെ ഇങ്ങനെ അനിരുദ്ധ് പറയുന്നുണ്ട്. അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ്, മതി നീ നിർത്ത്, കുറേ നേരമായല്ലോ നീ പറയണ്, നീ ലണ്ടനിൽ നിന്ന് വന്നിട്ട് നീ ഇതൊക്കെ മാറ്റാന്നല്ല പറഞ്ഞു, എന്നിട്ട് നീ ചെയ്തത് എന്താ, നീയും ഈ ബാലവിവാഹം അല്ലേ ചെയ്തത്, അതെന്താന്നൊക്കെ എന്നെ അനിരുദ്ധിനോട് ചോദിക്കുന്നുണ്ട്. അനിരുദ്ധ് പറയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ വിവാഹം ചെയ്തത് നിങ്ങൾക്കറിയില്ല, ഒരു ആചാരത്തിൽ നിന്ന് രക്ഷിക്കാനാണ് എനിക്ക് ഈ ബാലവിവാഹം ചെയ്യേണ്ടി വന്നതും ബോന്തിത്തേനെ കല്യാണം കഴിക്കേണ്ടി വന്നതും അവളെ രക്ഷിക്കേണ്ടി വന്നതൊക്കെ എന്നിങ്ങനെ അവൻ പറയുമ്പോൾ ബോന്തിത്ത ആകെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം അവൾക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അനിരുദ്ധ് ബോന്തിത അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടാവുക. അപ്പോൾ ബോന്തിത അവിടെ നിൽക്കുന്നത് അവൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവന് സൗദാമിനിയോട് പറയാണ്, ബോന്തിതനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറയാണ്. അവൻ പറയുന്നുണ്ട്, അവൾ ചെറിയ കുട്ടിയാണ്, അവൾ ഇപ്പം തന്നെ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല, അവൾക്കത് താങ്ങാൻ പറ്റില്ല എന്നിങ്ങനെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ആ ബോന്തിതൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൾ കൂടെ വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത പറയാണ്, എനിക്ക് കല്യാണത്തിന് പോവില്ലേ എന്ന് അവളോട് ചോദിക്കുമ്പോൾ മിണ്ടാതെ എൻ്റെ കൂടെ വായോ എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോവാണ്. ഞാനെൻ്റെ എല്ലാവരോടും കൂടി പറയാണ്, ബോന്തിതനെ എന്തുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല, അവളെ സതിയിലെറിയുന്ന ഒരവസ്ഥ വന്നപ്പോൾ എനിക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വന്നു, അതെനിക്ക് ഇഷ്ടമായിട്ടൊന്നല്ല, ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, എനിക്ക് ആ കുട്ടീനെ രക്ഷിക്കുക അപ്പോൾ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആണ് ഞാനത് ചെയ്തത്, അല്ലാണ്ട് എനിക്കിത് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല എന്നിങ്ങനെ ഇത് പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്.
ഇത് പറയാണ് എൻ്റെ രാജ്യം ഇനി ഉയരെന്നെ ചെയ്യും, ഞാനിത് എന്തായാലും നിർത്തും. ഈ ഇതൊന്നും ഇവിടെ നടക്കില്ല, ബാലവിവാഹവും ഈ സ്ത്രീകൾക്ക് അസമത്വമൊക്കെ ഒന്നും ഇവിടെ നടക്കില്ല. എല്ലാവർക്കും ഒരേപോലെ കാണണം, സ്ത്രീകൾക്ക് ഒരു നല്ല സ്ഥാനം ഈ സമൂഹത്തിൽ വരണം എന്നൊക്കെ അനിരുദ്ധ് പറയുന്നുണ്ട്. അനിരുദ്ധിൻ്റെ അച്ഛൻ ബിനോയ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ നാട് നന്നാക്കാൻ നടക്കുന്നതും സ്ത്രീകൾക്ക് വലിയ സ്ഥാനം ഉണ്ടാക്കാനും ഒക്കെ ഇങ്ങനെ നീ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ നീ തന്ന വാക്ക് നീ മറക്കരുത്. ഈ 6 ദിവസം കൂടി കഴിഞ്ഞാൽ ഏകാദശിയുടെ ദിവസം ബോന്തയുടെ ഈ പ്രശ്നം മാറിയില്ലെങ്കിൽ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം, അവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നൊക്കെ ഇങ്ങനെ ബോന്തയുടെ അച്ഛൻ ഇങ്ങനെ അനിരുദ്ധിനോട് പറയണം. അപ്പോഴാണ് അനിരുദ്ധ് അത് ആലോചിക്കുന്നത്. അവൻ അപ്പോഴാണ് ആ ഒരു മൈൻഡ് ഉണ്ടാവുന്നത്, ബോന്തയുടെ ഈ അസുഖം മാറ്റണ്ടേ, അത് അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത്. സൗദാമിനിയാണ് കാണിക്കുന്നത്. സൗദാമിനി ബോന്തിതേനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് അനിരുദ്ധനെ വെറുപ്പിക്കുന്നുണ്ട്. അനിരുദ്ധ എന്ത് സാധനമാണ്, സ്വന്തം ഭാര്യനെ കല്യാണത്തിന് കൊണ്ടുപോയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ എന്താണ് അനിരുദ്ധിനോട് വെറുപ്പ് കൂട്ടാണ് അവൾക്ക്. അവള് ബോന്തിത്തോട് പറയുന്നുണ്ട്, നീ വാശി പിടിക്ക്, കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അനിരുദ്ധിനോട് വാശി പിടിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അനിരുദ്ധ അവിടേക്ക് കയറി വരുന്നത്. ബോന്തിത അനിരുദ്ധിനോട് പറയാണ്, നമുക്ക് കല്യാണത്തിന് പോകണ്ട, ഞാൻ നിങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കല്യാണത്തിന് പോകാമെന്ന് ഇങ്ങനെ അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അപ്പം അനിരുദ്ധ് പറയണത്, നമ്മൾ എവിടേക്കും പോകുന്നില്ല, ഒരു കല്യാണത്തിന് പോകുന്നില്ല, നീ മിണ്ടാതെ നിൽക്കുമെന്ന് ബോന്തിത്തോട് പറയാണ് അനിരുദ്ധ്. അപ്പോൾ ബോന്തിത പറയാണ്, നിങ്ങളുടെ ദേഷ്യം കാണുന്നുണ്ടല്ലോ, എൻ്റെ ചേച്ചിക്കും പോകാൻ പറ്റില്ല, ചേച്ചി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കല്യാണത്തിന് പോകുമല്ലോ, പിന്നെ എന്താ നമുക്ക് പോയാന്നിങ്ങനെ ബോന്തിത ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പോകാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അപ്പം ബോന്തിത എന്താ കാട്ടുക, അനിരുദ്ധിൻ്റെ എടുത്ത് വെച്ച ഡ്രസ്സില്ല അതെടുത്തിട്ട് അവൾ തന്നെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ തന്നെ ഇടുകയാണ് ദേഷ്യത്തിൽ. സൗദാമിനി അനിരുദ്ധിനോട് പറയുന്നുണ്ട്, അവൾ കുറേ ആഗ്രഹിച്ചതല്ലേ കല്യാണത്തിന് പോകാൻ, നീ അവളിനെ കൊണ്ടുപോയിക്കോ കല്യാണത്തിന് എന്നിങ്ങനെ അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അപ്പം അനിരുദ്ധ് പറയാണ്, എന്തുണ്ടായാലും കാര്യമില്ല മിനി, ഞാൻ എന്തായാലും കല്യാണത്തിന് ആരെയും പറഞ്ഞേക്കില്ല, നീയും പോവില്ല ബോന്തിത്തയും പോവില്ല എന്നിങ്ങനെ അനിരുദ്ധ് പറയുന്നുണ്ട്. ബോന്തിത്ത അവളുടെ അപ്പുറത്തുനിന്ന് ഒരു പാവക്കുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മണവാട്ടിയുടെ പോലെ ഒരു കിട്ടൊക്കെ ഉള്ള ഒരു പാവക്കുട്ടിയാണ്. അപ്പോൾ അതിനോട് അവളിങ്ങനെ സംസാരിക്കുകയാണ്, എൻ്റെ കാര്യം ഇവിടെ ആരും നോക്കുന്നില്ല, എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഇവിടെ ആരും നോക്കുന്നില്ല, എന്നെ എങ്ങോട്ടും പറഞ്ഞേക്കുന്നില്ല, എന്നെ പുഴയേക്ക് പറഞ്ഞേക്കുന്നില്ല, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നില്ല, എനിക്കൊരു ഇഷ്ടങ്ങളില്ല ഇവിടെ, ഇപ്പോൾ അതാ കല്യാണത്തിനും എന്നെ പറഞ്ഞേക്കുന്നില്ല, എനിക്കിവിടെ ഇഷ്ടങ്ങളില്ല, എന്നെ ഇവിടെ ആരും നോക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് അതിനോട് ഇങ്ങനെ എന്താ അവളിങ്ങനെ അവളുടെ പരാതി ഇങ്ങനെ ആ പാവക്കുട്ടിയോട് ഇങ്ങനെ പറയാണ്. അനിരുദ്ധ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവളത് പറയുന്നത്. അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് അനിരുദ്ധൊന്നും അവളെ മൈൻഡ് ചെയ്യാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തിത പറയാണ്, കണ്ടില്ലേ ഒന്നും മിണ്ടാതെ പോകണ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഞാനും ആളോട് മിണ്ടാൻ പോകുന്നില്ല, എനിക്കും വാശിയാണ്, ഞാനും ഇനി എൻ്റെ പത്തിപ്പാവനോട് ഒന്നും മിണ്ടില്ല, നോക്കിക്കോ ഇനി മിണ്ടില്ല എന്ന് ആളോട് പോയി പറയുന്ന അവൾ സൗദാമിനോട് പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി പറയാണ്, നീ വിചാരിച്ചാൽ പോകാനൊക്കെ പറ്റും, ഞാൻ നിന്നെ സഹായിക്കാം, നമുക്ക് ആരും കാണാതെ പോവുക കല്യാണത്തിന് എന്നിങ്ങനെ ബോന്തിതയോട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും ആളിൻ്റെ പത്തിബാബു അല്ലേ, ആൾക്ക് ഇഷ്ടമില്ലാത്തടത്ത് ഞാൻ പോകാൻ പാടുമോ, ഞാനിവിടെ തന്നെ ഇരുന്നോളാം, പക്ഷെ ആളോട് മുണ്ടില്ല, ഞാൻ വാശിയിലാണ് എന്ന് പറഞ്ഞിട്ട് ബോന്തിത ആ പാവക്കുട്ടി എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. പിന്നെ ബോന്തിത മുഖം വീർപ്പിച്ചിട്ട് ഇങ്ങനെ ആ പാവക്കുട്ടിയായിട്ട് ഒരു ടേബിളിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സൗദാമിനി അവളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ, അനിരുദ്ധ് പോകാൻ സമ്മതിക്കൊന്നുമില്ല എന്നിങ്ങനെ അവളോട് പറയുന്നുണ്ട്. വിവാഹത്തിന് നിനക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് അവൾ പറയുമ്പോൾ ബോന്തിത ഒന്നും ഉണ്ടാതെ അങ്ങനെ മുഖം വെറുപ്പിച്ചിട്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ സൗരഭിനെ സമ്പൂർണ്ണനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സൗരഭ് സമ്പൂർണ്ണോട് ചോദിക്കുകയാണ്, നിനക്ക് കല്യാണത്തിന് പോകാത്തതിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ സമ്പൂർണ്ണ പറയണേ, എനിക്ക് സങ്കടമൊന്നുമില്ല, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ചിട്ട് കുറച്ച് സമയം വർത്തമാനം പറയാൻ പറ്റിയല്ലോ, എനിക്ക് അത് തന്നെ വലിയ കാര്യമാണെന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്. അവൻ അവളുടെ കൈ ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ അവിടുന്ന് ആരോ വരുന്ന ശബ്ദം അവർ കേൾക്കുകയാണ്. അങ്ങനെ അവരവിടുന്ന് പെട്ടെന്ന് പോവാണ്. ബിഹാരി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് രസഗുളൊക്കെ ഒരു ട്രേലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വരുന്നതാണ് കാണിക്കുന്നത്. ഒപ്പം അനിരുദ്ധും വരുന്നുണ്ട്. അനിരുദ്ധിൻ്റെ കയ്യിലൊരു പാവക്കുട്ടി ഉണ്ട്, അതിൻ്റെ ആൺരൂപമൊക്കെ കെട്ടിയിട്ട് എന്താ ഇപ്പോൾ ഒരു മണവാളനൊക്കെ അല്ലേ അതേപോലൊക്കെ അതിനെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് അനിരുദ്ധ് വരുന്നത്. അപ്പോൾ ബിഹാരി ഒപ്പം ഡാൻസൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അനിരുദ്ധ് ബിഹാരിയോട് പറയാണ്, ബിഹാരി നമ്മളെ സ്വാഗതം ചെയ്യാൻ ഇവിടെ ആരുമില്ലല്ലോ, പെണ്ണിൻ്റെ വീട്ടുകാരനെയും ഒന്നും കാണാനില്ലല്ലോ, മണവാട്ടിയൊക്കെ എവിടെ, നമ്മൾ ബോന്തിതയുടെ പാവനെ കല്യാണം കഴിക്കാനല്ലേ ഈ മണവാളനായിട്ട് വന്നേക്കുന്നത്, എന്നിട്ട് അവരെ ഒന്ന് കാണാനില്ലല്ലോ എന്നിങ്ങനെ ബോന്തിതേനെ ഇങ്ങനെ ഇടങ്ങനിട്ട് നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ബിഹാരി നമ്മുടെ മണവാട്ടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ബിഹാരി പറയാണ്, ഒരുപാട് രസങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറേ മിഠായികളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബോന്തിത അവിടെ നിന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ എണിച്ച് നിൽക്കുകയാണ്. ബോന്തിത പറയുന്നുണ്ട്, അയ്യോ അപ്പം നമ്മൾ കളിക്കാൻ പോവാണോ, ഈ കളി നമ്മൾ കളിക്കാൻ പോവാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ബിഹാരിയോട് പറയാണ്, ബിഹാരി ഈ മുഖം വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ കളി കളിക്കാൻ പറ്റുമോ, ഈ ചെക്കനും പെണ്ണിൻ്റെ കളി നമുക്ക് കളിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ബിഹാരിയോട്. ബിഹാരി പറയാണ്, അങ്ങനെ മുഖം വെച്ചിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബോന്തിത പറയാണ്, ഒരു കുഴപ്പമില്ല, മണവാട്ടി സന്തോഷത്തിലാണ്, പിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ ചെറുപ്പത്തിലൊക്കെ സമ്പൂർണ്ണ ചേച്ചിയുടെ ഒപ്പം ഈ കളി കളിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനിരുദ്ധിനോട് പറയുന്നുണ്ട്.
എന്നിട്ട് അവൾ ബാക്കിയുള്ള അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവാണ്. അപ്പോൾ സൗദാമിനി അനിരുദ്ധിനോട് ചോദിക്കുകയാണ്, ലണ്ടനിൽ നിന്ന് വക്കീലായിട്ടല്ല വന്നത്, നീ എന്താ ഇപ്പം ചെറിയ കുട്ടികളെ പോലെ കളിക്കാൻ നിൽക്കുന്നത്? ബോന്തിത്തെ ചെറിയ കുട്ടിയാണ്, പക്ഷേ നീ വലിയ ആളല്ലേ, പിന്നെ നീ എന്തിനാ ചെറിയ കുട്ടികളെ കളിയൊക്കെ കളിക്കാൻ നിൽക്കുന്നതെന്ന് അനിരുദ്ധിനോട് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ്, ബോന്തിത്തെ കുട്ടിയാണ്, ഇപ്പം അവൾക്ക് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവൾക്ക് ഓരോന്നും മനസ്സിലാക്കാനും ഞാനിതൊക്കെ ചെയ്തേ പറ്റുള്ളൂ, അവളുടെ പ്രായം അതാണ്, അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്ന് അവളോട് പറയുമ്പോൾ അവൾ അവനോട് ചോദിക്കുകയാണ്, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നിന്നെ പ്രാന്തനാന്ന് വിചാരിക്കില്ലേ, ഒരു പൊട്ടൻ്റെ പോലെ നിന്നെ വിചാരിക്കില്ലേ എന്ന് പറയുമ്പോൾ അവൻ പറയാണ്, എല്ലാവരും എൻ്റെ ഈ പ്രാന്ത് കണ്ടിട്ട് എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, എൻ്റെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട് എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ ഈ പ്രാന്ത് കണ്ടിട്ട് എൻ്റെ ബോന്തിത്തയുടെ മുഖത്ത് ഒരു ചെറിയ ചിരിയെങ്കിലും എനിക്ക് വിടർത്താൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം. ബോന്തിയുടെ മുഖത്ത് ഒരു ചെറിയ ചിരി മതി എനിക്ക്, അത്രമാത്രം മതി എനിക്ക് എന്ന് അവനിങ്ങനെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത് ഈ കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കുന്ന ടൈമിൽ അവളുടെ കൈമ ത്രിലോചൻ കെട്ടിക്കൊടുത്ത ആ സാധനം ഇങ്ങനെ കുത്തിയിട്ട് അവൾക്ക് വേദനിക്കുകയാണ്. അപ്പോൾ അവൾ വേദനിച്ചിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ബോന്തിത, എന്താ പറ്റി നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പെട്ടെന്ന് പറയാൻ വരുന്നുണ്ട്, അവൾക്ക് വേദനിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവൾ ആലോചിക്കുകയാണ്, ത്രിലോചൻ അവളോട് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല അനിരുദ്ധിനോട്, ഈ കാര്യം ഒരിക്കലും പറയരുത്, അവനിതൊരിക്കലും അറിയാൻ പാടില്ല എന്നിങ്ങനെ ത്രിലോചൻ പറഞ്ഞത് അവൾ ആലോചിക്കുകയാണ്. എന്നിട്ട് അവൾ എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ അനിരുദ്ധ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് 38ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള എപ്പിസോഡ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.